ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ ഫുൾ പ്രൊമോയിലേക്ക് സ്വാഗതം. അപ്പോൾ നാളത്തെ എപ്പിസോഡ് കൂടിയിട്ടാണ് പറയണത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ പാത്തും പതുങ്ങിയും ഡിറ്റക്റ്റീവിനെ പോയി കാണുന്നുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രുതിക്ക് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ശ്രുതി പറയുന്നുണ്ട്, സർ ഞാൻ വീട്ടിൽ പോയിട്ട് ആലോചന ശേഷം പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കുകയാണ്. ആ മതി മാഡം, അത് മതി എന്ന് പറയണം. ആ ശരിയെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ശ്രുതിക്ക് വല്ലാതെ വിഷമം തോന്നും കേട്ടോ. കാരണം ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ശ്രുതി അവിടേക്ക് പോയത്. അപ്പൊ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ശ്രുതിക്ക് വല്ലാത്തൊരു വിഷമമായിട്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുവാണ്. തൊട്ടു പിന്നാലെ മനോരമയും ഒളിച്ചും പാത്തും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി അവരുടെ ഗേറ്റ് കടന്ന് ഒരു ഓട്ടോ കിട്ടോ നോക്കാൻ വേണ്ടി റോഡിലേക്ക് ഇറങ്ങുമ്പോൾ മനോരമ ഗേറ്റിന്റെ സൈഡിൽ നിൽക്കുകയാണ്. അപ്പോ അശ്വിൻ സായറാമിനെ കാണാനില്ല, ഞങ്ങളുടെ കുഞ്ഞിനെ കാണാനില്ല. അതാണ് കാര്യം. എനിക്ക് ഇതൊക്കെ ഇവളുടെ തോന്നലാണോ ആർക്കറിയാം, എന്തായാലും വീട്ടിലേക്ക് പോകാം എന്ന് മനോരമ വിചാരിക്കണം. മനോരമ ഒരു പർദ്ദയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അങ്ങനെ ശ്രുതി വീട്ടിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. വീട്ടിലേക്ക് വരുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ മനോരമയും വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ശ്രുതി ഇങ്ങനെ കയ്യും വീശിയൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് വീട്ടിലേക്ക് വരുവാണ്. മുത്തശ്ശി വരുന്നുണ്ട്. ആ ശ്രുതി നീ എത്തിയോ എന്ന് ചോദിക്കുകയാണ്. ആ അല്ല, നിന്റെ കൂടെ വന്ന എനിക്ക് എവിടെ? അത് അടുത്തെവിടെയോ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയെന്ന് പറയാണ്. ഓ അല്ല, നീ ഒരുപാട് സാധനങ്ങൾ മേടിക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്? എന്നിട്ട് നിന്റെ കയ്യിൽ സാധനങ്ങളൊന്നും കാണുന്നില്ലല്ലോ. അതോ അതെ, നീ എവിടേക്കാ പോയത്? നീ അപ്പോ പലചരക്ക് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയതല്ലേ ശ്രുതി? എന്തോ കാറ്ററിങ്ങിന്റെ പരിപാടി ഉണ്ടെന്നോ, ഫുഡ് ഉണ്ടാക്കണമെന്നോ, പച്ചക്കറി മേടിക്കണമെന്നോ, അരി മേടിക്കണമെന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ടാണല്ലോ നീ ഇവിടുന്ന് പോയത്. എന്നിട്ട് സാധനങ്ങളൊക്കെ എവിടെ എന്ന് ചോദിക്കുമ്പോ അത് വേറൊന്നുമല്ല മുത്തശ്ശി, ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അവര് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ അങ്ങനെയാണോ? അപ്പൊ എനിക്ക് തൊട്ടു പിന്നാലെ വരുമല്ലേ? ആ വരും മുത്തശ്ശി. അല്ല ശ്രുതി, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും വിഷമമുണ്ടോ നിനക്ക്? ഇല്ല മുത്തശ്ശി എന്ന് പറയാണ്. ശരി എന്നാ ഞാൻ പോയിക്കോട്ടെ മുത്തശ്ശി. നീ പോയിട്ട് ഫ്രഷ് ആയിട്ടൊക്കെ വാ എന്ന് പറയണം. അങ്ങനെ ശ്രുതി മുറിയിലേക്ക് പോവുകയാണ്. തൊട്ടു പിന്നാലെ മനോരമയും വരുന്നുണ്ട് കേട്ടോ. മനോരമ വരുമ്പോ മുത്തശ്ശി ചോദിക്കണ്ട, അല്ല മനോരമ നീ ഇത് എവിടെ പോവായിരുന്നു? ഞാനൊരു കള്ളനെ പിടിക്കാൻ പോവായിരുന്നു അമ്മേ. കള്ളനെയോ? നീ എന്തൊക്കെയാ മനോരമ പറയണത്? നിന്റെ റിലേ പോയോ? എന്റെ അമ്മേ, ഞാനിപ്പൊ അതൊന്നും പറഞ്ഞ അമ്മക്കത് വിശ്വാസാവില്ല, അമ്മക്കത് മനസ്സിലാവില്ല. പിന്നെ അത് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിന്റെ സത്യാവസ്ഥ എന്താന്ന് ആദ്യം ഞാൻ മനസ്സിലാക്കട്ടെ, അതിനുശേഷം ഞാൻ അമ്മയടുത്ത് പറയാം. നിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട മനോരമേ. ദേ ഇപ്പൊ ഒരാൾ കേറി വന്നേ ഉള്ളൂ ശ്രുതി. അല്ല, അവൾ എവിടെ പോയെന്ന് അമ്മയടുത്ത് പറഞ്ഞത്? അവളും നീ ഉള്ളപ്പോഴല്ലേ പറഞ്ഞത് പലചരക്ക് കടയിൽ പോയെന്ന്. ഓ എന്നിട്ട് അവള് സാധനങ്ങളൊക്കെ ആയിട്ടാണോ വന്നത്? അവള് ഓർഡർ കൊടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. ശരി ശരി എന്ന് പറഞ്ഞ് മനോരമ അകത്ത് പോവാണ്. ശ്രുതി റൂമിൽ പോയിട്ട് ഡ്രസ്സ് മാറാൻ വേണ്ടിട്ടൊക്കെ റൂമിൽ പോകണം. പക്ഷെ ശ്രുതിക്ക് ഒരു സമാധാനം കേട്ടോ. ശ്രുതി ഇങ്ങനെ അങ്ങനെ അവരൊന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. ആലോചിച്ച് നിൽക്കുന്ന ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റ് കാണിച്ചത്. അതിന് മുമ്പാണ് ശരിക്കും പറഞ്ഞാൽ ഈ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുന്ന ഭാഗം കേട്ടോ. ചിലപ്പോൾ അത് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുമായിരിക്കും ഇങ്ങനെ ചോദിക്കണത്. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കട്ട് ചെയ്തതായിരിക്കും. അപ്പൊ എന്തായാലും നമ്മുടെ ശ്രുതി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് ശ്യാം വരുന്നുണ്ട്. ശ്യാം വന്നിട്ട് ശ്രുതി അടുത്ത് വല്ലാത്ത മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുക പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, അവിടെ അശ്വിൻ സായറാം ഇല്ലല്ലോ. അഞ്ജലി ആണെങ്കിൽ താഴെ നിലത്ത് അടുക്കളയിലാണ്. അപ്പൊ അതുകൊണ്ട് അഞ്ജലി അങ്ങോട്ട് കയറി വരാൻ ചാൻസ് ഒന്നുമില്ല. അഥവാ കാലിന് മേത്ത് അഞ്ജലി കയറി വരുമ്പോ എന്തായാലും ശബ്ദം കേൾക്കും. അതുകൊണ്ട് അശ്വിൻ അല്ല സോറി, ശ്യാം ആ ഒരു ധൈര്യത്തിൽ ശ്രുതിയുടെ റൂമിലേക്ക് കയറുവാണ്. ശേഷം ശ്രുതിയുടെ ഇങ്ങനെ മേത്ത് ഇങ്ങനെ പിടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ശ്രുതി പറഞ്ഞിച്ച് എന്റെ ദേഹത്ത് തൊട്ടുപോരുത്, നാണില്ല നിങ്ങൾക്ക്, ആരോട് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ റൂമിൽ കയറുത്, ഇറങ്ങിപ്പോയി വിടുന്നു എന്ന് പറയണം. ശ്യാം പറയുന്നുണ്ട്, കൊള്ളാലോ ശ്രുതി, നിനക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത അശ്വിൻ സാറാമിൻ നീ വിവാഹം കഴിച്ചു. അശ്വിൻ അങ്ങനെ തന്നെയാണ്, നീ ഇഷ്ടപ്പെടാണ്ടല്ലേ നിന്നെ വിവാഹം കഴിച്ചത്. എന്നിട്ട് അവൻ നിന്നെ തൊടുമ്പോ നിനക്കൊരു കുഴപ്പമില്ല, നിനക്ക് ഇത്ര പൊള്ളലോ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊക്കെ നിനക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അവൻ എങ്ങനെ തൊട്ടാലും നിനക്ക് ഒരു കുഴപ്പമില്ല. അവൻ ദേഷ്യപ്പെട്ടാലും കുഴപ്പമില്ല, അവൻ തൊട്ടാലും കുഴപ്പമില്ല. അതിന്റെ അർത്ഥം എന്താ ശ്രുതി? നിന്നെ ഞാൻ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. നീ അല്ലാതെ എനിക്കൊരു ജീവിതത്തിൽ വേറൊരാളും ഇല്ലെന്ന് വിചാരിച്ചിരിക്കാൻ ഞാൻ എത്ര നാളുകളായി ശ്രുതി ഞാൻ നിന്നെ മനസ്സിലിട്ട് നടക്കുന്നത്. ഇനിയുള്ള ജീവിതകാലം ഫുള്ളും നീ തന്നെയായിരിക്കും ശ്രുതി എന്റെ മനസ്സില്. അങ്ങനെയുള്ള ഞാനൊന്ന് നിന്നെ തൊട്ടാൽ അപ്പൊ നിനക്ക് പൊള്ളു അല്ലേ? അതെന്താ ശ്രുതി അങ്ങനെ? നിന്നെ ഇഷ്ടപ്പെടാതെ കല്യാണം കഴിച്ച അശ്വിൻ സാറാം നിന്നെ തൊട്ടാൽ നിനക്കൊരു കുഴപ്പവും ഇല്ല. പക്ഷെ ഞാൻ തൊട്ടാൽ നിനക്ക് പൊള്ളും. നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ശ്യാമേട്ടൻ തൊട്ടാൽ നിനക്ക് പൊള്ളും. അതിന് കാരണം എന്താ ശ്രുതി എന്ന് ചോദിക്കുമ്പോ, അതെ, നിങ്ങളത് പറയേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയാണ്. ആ സമയത്ത് ശ്യാം വീണ്ടും ചോദിക്കണ്ട്, അതെന്താ ശ്രുതി നിനക്ക് എന്നോട് പറഞ്ഞ ഇത്ര പ്രശ്നം? പറ എന്താന്ന് പറയുമ്പോഴേക്കും എനിക്ക് നിങ്ങളെ വെറുപ്പാണ്. ഓ എന്നെ വെറുപ്പാണ്, അറുപ്പാണ്, ഇഷ്ടമല്ല. അപ്പോ അശ്വിൻ സാരം തൊടുമ്പോൾ നിനക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ അശ്വിൻ സാരമിനെ നിനക്ക് ഇഷ്ടമാണ് അല്ലെ? അദ്ദേഹം എന്റെ ഭർത്താവാണ്. എന്റെ ഭർത്താവിന് എന്നെ തൊടാനും എന്നെ വഴക്ക് പറയാനും എല്ലാത്തിനുള്ള അധികാരമുണ്ട്. ഓ ഓ ഓ ഓ അങ്ങനെ അങ്ങനെ കാര്യങ്ങളുടെ പോക്ക് അപ്പൊ അങ്ങനെയാണ്. ശരി ശ്രുതി, നിന്നെ ഞാൻ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാം അവിടുന്ന് പോവുകയാണ്. ശ്രുതിക്ക് അതും കൂടി ആകുമ്പോഴാകെ തലക്ക് ഭ്രാന്ത് പിടിക്കാട്ടോ. അതേസമയം ശ്യാം ആണെന്നുണ്ടെങ്കിൽ
റൂമിൽ നിൽക്കുന്ന സമയത്ത് ആ ഗുണ്ടകൾ ശ്യാമിനെ വിളിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, അശ്വിന്റെ ആ മരുന്ന് ഇല്ലാഞ്ഞിട്ട് അശ്വിന് ഒരു ബോധക്ഷയം പോലെ അല്ലെങ്കിൽ ഒരു തലകറക്കം പോലെയൊക്കെ ഇങ്ങനെ ആകും. അതായത് ഡയബറ്റിക് അല്ലേ, അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് അശ്വിന് ഒരു വയ്യായിക തോന്നിയിട്ട് ഗുണ്ടകൾ ഈ ശ്യാമിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയണ്ട അയാളുടെ മരുന്നൊന്നും ഇവിടെ കയ്യിലില്ല, അയാൾക്ക് ഇതേ ഇപ്പൊ എഴുന്നേക്കുന്നില്ല, ബോധം പോയ അവസ്ഥയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിന്റെ കാര്യമായിട്ട് ശ്യാമിനെ ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പൊ ശ്യാം ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. ദേ, നിങ്ങളുടെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യല് ഇങ്ങനെ ചെയ്യണമെന്ന്, നിങ്ങൾക്ക് എത്ര പ്രാവശ്യം പറയാം, നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തോട് ചെയ്യില്ലേ? നോക്ക്, എന്റെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല, നടക്കണ വരെ അയാൾ അവിടെ തന്നെ വെക്കണം, എനിക്കൊക്കെ വട്ടുപിടിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാം ഭയങ്കര ഫോണിൽ വഴക്ക് പറയാട്ടോ. അപ്പൊ ശ്യാമിന്റെ തൊട്ടു പിന്നാലെ അഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അഞ്ജലിക്ക് ആകെ പേടിയാവാണ് ശ്യാം ഇങ്ങനെ പൊട്ടിത്തെറിച്ച് സംസാരിക്കണ കേൾക്കുമ്പോട്ടോ. അഞ്ജലിയും ആദ്യമായിട്ടാണ് ശ്യാം ഇങ്ങനെ സംസാരിക്കണതൊക്കെ കേൾക്കണത്. അഞ്ജലി പതുക്കെ, ശ്യാമേട്ടാ ഇതെന്താ ഇങ്ങനെ, ആരോട് എത്ര ദേഷ്യത്തില്, അത് നിറഞ്ഞിട്ട് നിനക്ക് എന്ത് വേണം എന്ന് പറയാണ്. മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി വന്നോലും ഇഡിയറ്റ് എന്നൊക്കെ പറയാണ്. അത് കേൾക്കുമ്പോ അഞ്ജലിക്ക് ആകെ വിഷമമാട്ടോ. അഞ്ജലിയുടെ കണ്ണൊക്കെ നിറയാണ്. അപ്പൊ ശ്യാം പറയണം ഇവിടെ നിന്ന് ഇറങ്ങി പോ എന്ന് പറയാണ്. അഞ്ജലി ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് ശ്യാം തന്നെ അഞ്ജലിയുടെ കയ്യും കാലും പിടിച്ചിട്ട് പോകും കേട്ടോ. കാരണം വേറൊന്നുമല്ല, കാര്യം നടക്കുന്നവരെ അഞ്ജലിനെ ഇങ്ങനെ സോപ്പിട്ട് കൂടെ നിർത്തണമല്ലോ. അശ്വിന്റെ കയ്യിൽ നിന്ന് ആ രേഖകളൊക്കെ ഒപ്പിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അശ്വിന്റെ പാടായി, അഞ്ജലിക്ക് അഞ്ജലിയുടെ പാടായിട്ട് എവിടെ വെച്ചാൽ പോയിക്കോട്ടെ, ശ്യാം സുഖമായിട്ട് ജീവിക്കും. ആ ഒരു നിലപാടാണ് ശ്യാമിന്. അപ്പൊ അതുവരെ നമ്മുടെ അഞ്ജലിനെ സോപ്പിട്ട് നിർത്തുന്നത് കൊണ്ട് ശ്യാം വീണ്ടും രാജകുമാരി സോറി, അത് കോടതിയിൽ ഒരു കേസിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ആകെ തല ഇതായിരിക്കണം, ആ ദേഷ്യത്തിലാണ് നീ വന്നപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയെന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലിനെ സമാധാനിപ്പിക്കാട്ടോ. പിന്നെ ഈ അശ്വിന്റെ മരുന്ന് തീർന്നു പോകുന്നുണ്ട്. ആ തീർന്നു പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ശ്യാം കുടുങ്ങി പോണട്ടോ. ആ മരുന്ന് അശ്വിനെ വരുത്തിപ്പിക്കുമ്പോഴേക്കും അങ്ങനെയൊക്കെ പല ഹിന്റ്സും നമ്മുടെ ശ്രുതിക്കും മനോരമയൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ അശ്വിന്റെ മരുന്ന് തീർന്നു പോകുമ്പോൾ അശ്വിന് ആകെ വല്ലാത്തൊരു അവസ്ഥയിലാവാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയൊക്കെ അങ്ങോട്ട് വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. ശ്രുതി അവിടെ വരുമ്പോഴാണെന്നുണ്ടെങ്കിലോ വേറെ പല പ്രശ്നങ്ങളും ഉണ്ടാവാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, അയ്യോ ഇത് ഒരുപാട് എപ്പിസോഡുണ്ട്, എനിക്ക് പറഞ്ഞു തീരുന്നില്ല. വേറൊരു ഭാഗം എന്ന് പറയണതില്ല, ഈ അശ്വിൻ ശ്രുതിനെ വിളിക്കാൻ വേണ്ടി വീണ്ടും ഫോൺ എടുക്കും കേട്ടോ. കാരണം ഈ ശ്യാമ് ഗുണ്ടകളുടെ അടുത്തേക്ക് പോകുമ്പോഴേക്കും അതിലൊരു ഗുണ്ടനെ ഇങ്ങനെ വഴക്ക് പറഞ്ഞിട്ട് അയാളുടെ ഫോൺ മേടിച്ചിട്ട് തട്ടിപ്പറിച്ച് വലിച്ചെറിയുന്ന സമയത്ത് ഇയാളുടെ ഫോണ് പോയി വീഴുന്നത് അശ്വിന്റെ റൂമിലാണ്. അപ്പൊ അശ്വിൻ ആ ഫോൺ എടുത്തിട്ട് ശ്രുതിനെ വിളിക്കുമ്പോഴേക്കും എന്താണ് ശ്രുതി ഹലോ ഹലോ എന്ന് പറഞ്ഞ് ഫോണിൽ സംസാരിക്കുമ്പോൾ അശ്വിൻ ഹലോ ശ്രുതി എന്ന് പറയുമ്പോൾ കുറച്ചൊരുവര് ഹലോ ഹലോ എന്നിട്ട് ശ്രുതി എടുത്ത് ഇങ്ങനെ അശ്വിൻ ഈ കാര്യങ്ങളൊക്കെ പറയാൻ പോകും. ഞാൻ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ പെട്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ ഒരു അമ്പലത്തിന്റെ മണിയോ പള്ളിയുടെ മണിയോ എന്തൊരു ബെല്ലിന്റെ ഒച്ച കേൾക്കുമ്പോൾ അശ്വിൻ പറഞ്ഞിട്ട് ഇവിടെ ഒരു ബെല്ലിന്റെ ഒച്ചയുണ്ട്, ഒന്നില്ലെങ്കിൽ അമ്പലത്തിന്റെ അടുത്താണ് അല്ലെങ്കിൽ പള്ളിയുടെ അടുത്താണെന്നൊക്കെ സ്ഥലത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ് ശ്രുതിക്ക്. അപ്പോഴേക്കും ആ ഗുണ്ട വരുന്നുണ്ട്, തന്റെ ഫോൺ തപ്പിയിട്ട് അവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ അശ്വിൻ ആ ഫോൺ അവിടെ വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ അങ്ങനെ കിടക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും ശ്രുതി അശ്വിന്റെ അടുത്ത് എത്തുന്ന ഭാഗം അടുത്ത ആഴ്ച ഉണ്ടാവും കേട്ടോ, ലാസ്റ്റോട് കൂടി ഉണ്ടാകും. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.